വെൽക്കം ബാക്ക് ടു ഫോട്ടോലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കി അല്ലെങ്കിൽ ഒരു തുടർച്ച പോലെയാണ്. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരു ഡയറക്ടറി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് എങ്ങനെ നോക്കിയിട്ടാണ്. അതിന് വേണ്ടത് മേക്ക് ഡയറക്ടറി, അതിൻ്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള കമാൻഡാണ് MKDIR സ്പേസ് ഏതെങ്കിലും ഒരു ഫോൾഡർ നെയിം നമുക്ക് കൊടുക്കാം. നമുക്കൊരു പുതിയൊരു പേരായിട്ട് ഇപ്പോൾ എന്താ കൊടുക്കാം, എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ ജോയ്, എന്തെങ്കിലും ഒരു പേരാണ്. അപ്പോൾ നമുക്ക് എൽ എസ് എന്നുള്ള കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നോ എന്ന് എനിക്കറിയില്ല. LS എന്ന ലിസ്റ്റ് ഡയറക്ടറീസ് ആണ്. ഇതിനും ഒരുപാട് യൂസേജസ് ഉണ്ട്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. LS അടിച്ചു കഴിഞ്ഞാൽ ജോയ് അവിടെ ഉണ്ട്. CD ജോയ് കൊടുക്കുമ്പോൾ ചേഞ്ച് ഡയറക്ടറി ജോയിലേക്ക് പോകണം. ജോയിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടെ ഒന്നുമില്ല, LS അടിക്കുമ്പോൾ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ വെറുതെ ടച്ച് വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്യാണ്. ടെസ്റ്റ് ഫയൽ .txt പകരം നിങ്ങൾക്ക് എന്തും കൊടുക്കട്ടോ. നിങ്ങൾക്ക് പൈത്തൺ ഫയൽ py കൊടുക്കുക, നോഡിൻ്റെ ഫയൽ കൊടുക്കുക, ഏത് ഫയലും നിങ്ങൾക്ക് കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം, ഒരു ഉപകാരം. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അതാണ്. ടെർമെക്സിൽ നിങ്ങൾക്ക് കോഡിങ് ചെയ്യാം 100%. നിങ്ങൾക്കിതിൽ എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ 1 by 1 ആയിട്ട് നമ്മൾ ഈ സീരീസിലെല്ലാം നമ്മൾ കവർ ചെയ്യും. ഈ സീരീസിൽ നമ്മൾ എല്ലാതും കവർ ചെയ്തിരിക്കും, അതിൽ ഡൗട്ടില്ല. ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, LS അടിച്ചു കഴിഞ്ഞാൽ ഫയൽ .txt കാണാം. ക്യാറ്റ് അടിച്ച് ഫയൽ .txt അടിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ചെയ്ത കാര്യത്തിനെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്താൽ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തത്. പിന്നെ കോപ്പി, മൂവ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തൊരു കമൻറ്റ് എന്ന് പറയുമ്പോൾ റിമൂവ് ആണ്. എനിക്ക് ഇപ്പോൾ ജോയിനെ വേണ്ട. അപ്പോൾ ഞാൻ ഹോമിലേക്ക് പോവാണ്. ഹോമിലേക്ക് പോകാൻ ഈ ഒരു കമൻറ്റ് കൊടുത്താൽ മതി. LS അടിക്കുന്നു, ഹോമിലെത്തി. RM ജോയിൻ അടിച്ചു കഴിഞ്ഞാൽ എന്ത് വരില്ല. കാരണം നമ്മൾ RM അടിച്ചു കഴിഞ്ഞാൽ ഒരു ഫയലാണ് റിമൂവ് ചെയ്യുക. RMൻ്റെ കൂടെ നമുക്ക് ഒരു എക്സ്ട്രാ സാധനം ആഡ് ചെയ്യണം, ഒരു യൂസേജ് ആഡ് ചെയ്യണം. RM-RF. RFും R കുഴപ്പമില്ല. RF ആകുമ്പോൾ ഫയലാണ്, R ആകുമ്പോൾ ഫോൾഡറാണ്. RF അടിച്ചാലും ഫോൾഡർ വർക്ക് ചെയ്യും. ഓക്കെ, ഡയറക്ടറി. അപ്പം ജോയി പോയി. അപ്പോൾ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫൈൻഡ് എന്നുള്ളൊരു കമാൻഡാണ്. ഫൈൻഡ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇതിലുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ. ഇപ്പം ഞാൻ ഫൈൻഡിൻ്റെ യൂസേജാണ് ഫൈൻഡ് സ്പേസ് .TT അടിച്ചു കഴിഞ്ഞാൽ ഫൈൻഡ് TT എവിടെയൊക്കെയുണ്ട് അതൊക്കെ വരും. TTൻ്റെ ലൊക്കേഷനാണിത്. TT ഇവിടെയാണുള്ളത്. TT1 ഉണ്ട്, അതുപോലെ ടെസ്റ്റ് ഉണ്ട്. TTനെ ബന്ധപ്പെട്ടുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഹെൽപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെൽപ്പ് RM ഒന്നും വന്നിട്ടില്ല. കാരണം ഇവിടെ പറയുന്നത് info RM, man -k RM അതൊക്കെ അടിക്കാനാണ്. അപ്പോൾ നമുക്ക് info RM എന്ന് അടിച്ച് നോക്കാം. info RM അടിക്കുമ്പോൾ pkg install texinfo ഓരോന്നും അവർ ചോദിക്കുക, അവർ നമ്മളോട് പറയുകയാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇതിലിങ്ങനെ ഒരു ഒഴുകി പോകും കേട്ടോ. texinfo എന്നുള്ളത് നമ്മളെങ്ങനെ അടിച്ചത്, വെറും texinfo അടിച്ചാൽ വരില്ല. അപ്പം pkg ഇൻസ്റ്റാൾ, ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമൻറ്റാണ് pkg ഇൻസ്റ്റാൾ texinfo. എന്തോ വലിയൊരു പാക്കേജ് ആണല്ലോ, 29 MB. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവുക. നമ്മൾ ഈ വീഡിയോൻ്റെ ടൈമൊക്കെ ഇങ്ങനെ കൂടുന്നത് ഈ പരിപാടിയൊക്കെ വരുന്നതുകൊണ്ടാട്ടോ. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആവട്ടെ. ഇൻസ്റ്റാൾ ആയതിൻ്റെ ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 15-16 കമൻറ്റുകളോളം പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു 3-4 കമൻറ്റ് ഉണ്ട്. അത് വളരെ ബേസിക് ആയിട്ടുള്ള കമൻറ്റാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബേസിക് പരിപാടികൾ കഴിയും. അത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റിലേക്ക് കടക്കും. അങ്ങനെ 2-3 വീഡിയോ അതിൽ വരും. അഡ്വാൻസിലേക്ക് പോകും. പിന്നെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ടെർമെക്സ് വിത്ത് ഇത് അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൽ texinfo വന്നു. ഇനി texinfo RM കൊടുക്കാം. എന്താ അത് വരാത്തത്? പിന്നെ നമ്മൾ texinfo ഇൻസ്റ്റാൾ ചെയ്തത് info RM. യെസ്, texinfo ഇൻസ്റ്റാൾ ചെയ്തത് ഇൻഫോ കിട്ടാനാണ്. ഇപ്പോൾ info RM എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് കണ്ടില്ലേ, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. RM വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു ഡോക്യുമെൻറ്റേഷൻ പോലെ തന്നെ ഉണ്ട് ഇതിൽ. RM- ആയി അത് എന്നൊക്കെ പറഞ്ഞിട്ട് Ctrl-Z അടിച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ RM അടിച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. RM-ലും കിട്ടുന്നുണ്ട്, സെയിം കണ്ടൻറ്റാണ്. texinfo man എന്ന് പറഞ്ഞാൽ മാനുവലാണ്. വാട്ട് ഈസ് എന്നൊരു കമൻറ്റ് ഉണ്ട്. വാട്ട് ഈസ് RM? ജസ്റ്റ് ആ ഒരു കമൻറ്റ് എന്താണെന്ന് മനസ്സിലാവും. റിമൂവ് ഫയൽസ് ഓർ ഡയറക്ടറീസ്, ഇത്രേ ഉള്ളൂ. ഓക്കെ,
ഇനി നമ്മളിപ്പോൾ ഇത്രയും ഇത് നോക്കി. ഇനി വളരെ ഒരു രസകരമായ ഒരു കമൻറ്റാണ് ഏലിയാസിങ്. ഏലിയാസിങ് ഒക്കെ നിങ്ങൾ മെയിലൊക്കെ ഏലിയാസ് ചെയ്യാന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഇതിലൊക്കെ ഏലിയാസ് എന്ന് പറയുന്ന നമുക്ക് വേറൊരു സാധനത്തിനെ നമുക്ക് വേറെ ഇതിക്ക് ഒരു പുതിയൊരു പേരിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യും. സിമ്പിളായി പറയുകയാണെങ്കിൽ ഞാൻ ഹായ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ഏലിയാസ് എന്ന് അടിച്ചിട്ട് ഹായ് ഈക്വൽ ടു എൽ എസ് ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഹായ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ LSൻ്റെ ഫങ്ഷൻസ് വർക്ക് ചെയ്യും, ഏലിയസ് ആയി കഴിഞ്ഞു. കാരണം LS ഈക്വൽ ടു ഹായ് ആണ്. അപ്പോൾ ഹായ് വന്നു കഴിഞ്ഞാൽ അല്ല, ഹായ് ഈക്വൽ ടു LS ആണ്, മാറിപ്പോരുത്. അപ്പോൾ ഹായിലേക്ക് LSനെ നമ്മൾ കണക്ട് ചെയ്ത്, അപ്പോൾ അത് ഭയങ്കര രസകരമായ സംഭവം. കസ്റ്റമൈസേഷൻ ഒക്കെ പോസിബിൾ ആണ്, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇത് ക്ലോസ് ചെയ്യാണ്. എക്സിറ്റ് അടിക്കുമ്പോൾ ഒരു എക്സിറ്റിൽ തീരണം എന്നില്ല, അപ്പോൾ 2-3 എക്സിറ്റ് വേണ്ടി വരും. എക്സിറ്റിന് പിന്നെ ഒറ്റയടിക്ക് എല്ലാം എക്സിറ്റ് അടിക്കണമെങ്കിൽ എക്സിറ്റ് -A അങ്ങനെ എന്തൊക്കെ ഉണ്ട്. നമുക്ക് എക്സിറ്റിൻ്റെ മാനുവൽ നോക്കിയാലോ. മാൻ എക്സിറ്റ്, നോ എൻട്രി ഫോർ മാൻ. അപ്പം ഇൻഫോ എക്സിറ്റ് നോക്കാം. ഇനി ഇൻഫോ എക്സിറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ഇൻഫോ എക്സിറ്റിലൊന്നുമില്ല. ഹെൽപ്പ് എക്സിറ്റ് പോട്ടെ, ഹെൽപ്പ് എക്സിറ്റിലുണ്ട്. എക്സിറ്റ് ദി ഷെൽ വിത്ത് സ്റ്റാറ്റസ് ഓഫ് n ഇഫ് n ഈസ് ഒമിറ്റഡ് എക്സിറ്റ് സ്റ്റാറ്റസ്. എക്സിറ്റ് -A കൊടുത്താലോ? എക്സിറ്റ് -A കൊടുത്താൽ എല്ലാം ക്ലോസ് ആവും. എല്ലാം ക്ലോസ് ആയി, പോട്ടെ. ക്ലോസ്, പരിപാടി കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് അടുത്ത ഓരോരോ സബ്ജക്റ്റുകൾ നോക്കാം. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ.